ആനയെഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയിൽ പ്രതിഷേധവുമായി ദേവസ്വങ്ങൾ. തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവ് ഉൾപ്പെടെ നടത്താൻ കഴിയില്ലെന്ന് തിരുവമ്പാടി. ദേവസ്വങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വനം വകുപ്പ്. ആവശ്യമെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകും. പൂരം സൗന്ദര്യത്തോടുകൂടി നടക്കണമെന്ന് മന്ത്രി കെ രാജൻ. കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ച നാടക കലാകാരികൾക്ക് സർക്കാർ സഹായം. അടിയന്തര സഹായമായി 25,000 രൂപ കൈമാറും. കൂടുതൽ സഹായങ്ങൾ നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. പരുക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കും. കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബു മരിച്ചിട്ട് ഇന്നേക്കൊരു മാസം. അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തെങ്കിലും ദുരൂഹതകൾ ബാക്കി. കുടുംബത്തിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത് ഇന്നലെ. അന്വേഷണം ഇഴയുന്നുവെന്ന ആക്ഷേപം. 24 എക്സ്ക്ലൂസീവ്. കേരള സാഹിത്യ അക്കാദമി അടക്കമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ശമ്പളം മുടക്കി സർക്കാർ. തനത് ഫണ്ട് കണ്ടെത്തി ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്ന് വിചിത്ര ഉത്തരവ്. പ്ലാൻ ഫണ്ട് പ്രകാരം ഇനി പണം നൽകില്ലെന്നും സർക്കാർ. കൊല്ലം പത്തനാപുരം ചിതൽവെട്ടിയിൽ പുലി വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. പുലി കെണിയിലായത് പുലർച്ചെ. കഴിഞ്ഞ 2 മാസമായി പ്രദേശം പുലിഭീതിയിലെന്ന് നാട്ടുകാർ. കോഴിക്കോട് എലത്തൂരിൽ പുലി ഇറങ്ങിയതായി സംശയം. പുലിയെന്ന് സംശയിക്കുന്ന ജീവി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഗുജറാത്തിൽ വൻ ലഹരിമരുന്ന് വേട്ട. പോർബന്ദർ കടലിൽ 500 കിലോയിലധികം മയക്കുമരുന്ന് പിടികൂടി. ഇറാനിയൻ ബോട്ടിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടിയത് ഗുജറാത്ത് ATS-ഉം NCB-യും നടത്തിയ പരിശോധനയിൽ.